ദുനിയാവിന്റെ പൂജകരോട് പറയാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഉറക്കം അധികരിപ്പിക്കല്ലേ. നിന്റെ ആയുസ്സിന് ബറക്കത്തില്ല. ഉറക്കം അധികരിപ്പിച്ചാൽ ആയുസ്സിന് ബറക്കത്തില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുക? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറങ്ങാൻ കഴിയുക? അധികമായി നമുക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ഉറക്കം അധികരിച്ചാൽ അവന്റെ ആയുസ്സിന് ബറക്കത്തുണ്ടാകൂല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതല്ലേ? നിങ്ങൾക്കറിയോ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഒരു ഉപദേശം കൊടുക്കുകയാ. ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിയുടെ പ്രിയപ്പെട്ട മാതാവറവാ ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ. ഒരു ദിവസം സുലൈമാൻ നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ സുലൈമാൻ എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? യാ ബുനയ്യ ലാ തക്സുരിൻ നൗമാ ബില്ലൈലി ഫഇന്ന കസറത്തൻ നൗമി ബില്ലൈൽ തത്റുഖു റജുലു ഫഖീറൻ യൗമൽ ഖിയാമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ സുലൈമാൻ നബി എന്ന മകനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തക്സുരിൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ നിന്റെ ഉറക്കം അധികരിപ്പിക്കല്ലേ. രാത്രി ദീർഘമായി നീ ഉറങ്ങിക്കളയല്ലേ. കാരണം ഫഇന്ന കസറത്തൻ നൗമി ബില്ലൈൽ, രാത്രി ദീർഘമായി ഉറങ്ങിയാ തത്റുഖു റജുല ഫഖീറൻ യൗമൽ ഖിയാമാ, നാളെ മനുഷ്യന് പരലോകത്ത് ഫഖീറായി പോകും. മോനെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഫഖീറാകല്ലേ. ഈ ദുനിയാവിൽ നമ്മൾ ഫഖീറാകണം, മിസ്കീനാകണം. പക്ഷേ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ മിസ്കീനായാ പറ്റൂല, നമ്മളവിടെ ഫഖീറായാ പറ്റൂല. അവിടെ നമ്മൾ ഗനി തന്നെ ആകണം, സമ്പന്നം തന്നെ ആകണം. എങ്ങനെ സമ്പന്നനാകണം? ഇബാദത്തിലൂടെ സമ്പന്നത നേടിയെടുക്കണം. ഇവിടെ ഫഖീറാണെന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ അവന് ഫഖീറെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങി തീർക്കുന്നവന് എന്ത് ആയുസ്സിൽ ബറക്കത്താവുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? രാത്രി മുഴുവനും ഉറക്കമുഴുന്നേറ്റിരിക്കുന്നവരല്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു നാളെ പരലോകത്ത് കോടാനകോടി സൃഷ്ടിജാലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരെയും അല്ലാഹു കോടതിയിൽ ഹാജരാക്കുകയാ. ഇന്ത്യയിലെ പരമോന്നത സുപ്രീം കോടതി ജഡ്ജിമാരെയും അല്ലാഹു ഹാജരാക്കുന്നതാ. എല്ലാവരെയും നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടൂലേ. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹു തആല ഉറക്കെ ചോദിക്കുകയാണ്, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. എനിക്ക് വേണ്ടി കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റവരാരാ? കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റവരാരാ എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ ഇരിക്കണമെന്നല്ല, ഉറങ്ങണം. എന്നിട്ട് നിങ്ങൾ ഉറക്കപ്പായയിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് പാതിരാത്രി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ എഴുന്നേറ്റുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, യഖൂമൂന, അവർ എഴുന്നേക്കും റബ്ബിന്റെ മഹ്ശറയിൽ നിന്ന് കൈ ഉയർത്തുന്നതാ. പക്ഷെ വഹും ഖലീലൂ, അവര് ന്യൂനപക്ഷ മാത്രമാ, അവര് കുറഞ്ഞ ആളുകൾ മാത്രമാണ്. അല്ലാഹു അവരോട് പറയും, നിങ്ങൾ സ്വർഗത്തിലോട്ട് കയറിക്കൊള്ളൂ. അവരെ സ്വർഗത്തിലോട്ട് കയറ്റിയതിന് ശേഷമാണ് പിന്നെയാണ് ജനങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറേ സാദിഖേ സാദിഖുൽ മസ്ദൂഖേ, മദീനയുടെ മണവാളനെ, ആമിനാടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തിന്റെ മുത്തേ, നമ്മുടെ ഖൽബിന്റെ രാജാവ്, ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയായ, കരളിന്റെ കാതലായ, ഹൃദയത്തിന്റെ തുടിപ്പായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്,
റബ്ബ് ചോദിക്കും പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ എവിടെ രാത്രി എനിക്ക് വേണ്ടി എഴുന്നേറ്റ് ചെലവഴിച്ച ആളുകൾ എവിടെ? അപ്പൊ അവിടെ ഇവിടെ ആയിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് എണീക്കും. മഹ്ശറിൽ വെച്ച് വഹും ഖലീലുൻ, ന്യൂനപക്ഷമാണ്. കുറെ ആളുകൾ എഴുന്നേക്കും. അവരോട് പറയും നിങ്ങൾ സ്വർഗ്ഗത്തിൽ പൊയ്ക്കോളി. മലക്കുകൾ ഏർപ്പാട് ചെയ്തിട്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോയതിനു ശേഷം സുമ്മ യുഹാസബു സായിറുൻ നാസ്, ബാക്കി ജനങ്ങളെ വിചാരണ ചെയ്യപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഉറക്കം അധികരിപ്പിക്കരുത് മോനെ. ഉറക്കം അധികരിപ്പിച്ചാൽ ഫഇന്ന കസറത്തൻ നൗമി ബിൽ ലൈലി തത്റുഖു റജുല ഫഖീറൻ യൗമൽ ഖിയാമ. മോനെ, സുലൈമാൻ നബിയോട് പറയാണ്, ദാവൂദ് നബിയുടെ ഭാര്യ അഥവാ സുലൈമാൻ നബിയുടെ ഉമ്മ പറയുന്നു, പൊന്നുമോനെ പരലോകത്ത് നീ ഫഖീറായി പോകും. അതുകൊണ്ട് ഉറക്കം നമ്മൾ കുറയ്ക്കണം. ഈ ആയുസ്സിൽ ബറക്കത്തില്ല, ആയുസ്സിൽ ബറക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ ആദ്യമൊക്കെ പടച്ചവനെ മറന്ന് ജീവിച്ച ഒരു പെണ്ണാണ്. പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മാറിയ പെണ്ണാണ് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ. പിന്നീട് അവസാന രാവുകളിൽ രാത്രികളിൽ ഉറക്കമില്ല, പാതിരാത്രി ഉറക്കമുടച്ചിരിക്കുകയാ. എന്നിട്ട് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അവര് പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയാണ് പ്രേമിക്കുന്നവന് ഉറങ്ങാൻ കഴിയുക? നമ്മളൊരു പെണ്ണിനെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിച്ചാൽ, യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഉറക്കം വരില്ല. ഉറക്കം വരാത്ത രാത്രികളാണ്, ഉറക്കം വരാത്ത രാത്രികളാണ്. കാരണം എന്താ? തന്റെ പ്രേമവാചനം എന്ത് ചെയ്യുന്നു? തന്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങിയോ? തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങുന്നുണ്ടോ? തന്റെ പ്രിയപ്പെട്ടവന് ഉറക്കം വന്നിട്ടുണ്ടോ? ഇത് ചിന്തിക്കുമ്പോൾ ഒരു പ്രേമവാചനമാകുന്ന ഒരു കാമുകിക്ക് ഉറങ്ങാൻ പറ്റൂല. ഒരു കാമുകൻ എങ്ങനെ ഉറങ്ങുന്നു? അജബൻ, അത്ഭുതം തന്നെ. ലിൽ മുഹിബ്ബി കൈഫ യനാമു. സ്നേഹിക്കുന്നവന് എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ടവൾ ഉറങ്ങിയോ? അവൾ വല്ലതും കഴിച്ചോ? അവൾക്ക് വല്ലതും പ്രശ്നമുണ്ടോ? അവൾക്ക് വിഷമങ്ങൾ വല്ലതുമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നവന് ഉറക്കമില്ല. അജബൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. സ്നേഹിക്കുന്നവന്, പ്രേമിക്കുന്നവന്, ഇഷ്ടപ്പെടുന്നവനെ കാമിക്കുന്നവന് ഉറക്കം നിഷിദ്ധമാണ്. ഇവിടെ റാബിയത്തുൽ അദവിയ പറഞ്ഞ കാമുകനാരാ? എന്റെ അല്ലാഹ്, എന്റെ പടച്ചവന് ഞാൻ എങ്ങനെയാണ് പടച്ചവനെ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുക? നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ അബ്ദുല്ലാ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അബൂ അബ്ദുല്ലാഹിൻ നുബാജി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ അബ്ദുല്ലാഹിൻ നുബാജി തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാനവർകൾ ഒരു അടിമ പെണ്ണിനെ വാങ്ങി. ആ അടിമ പെണ്ണിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല കാണാനഴകുള്ള പെണ്ണാണ്. ആ പെണ്ണിനെ വില കൊടുത്തിട്ട് വാങ്ങി ആരാ? അബൂ അബ്ദുല്ലാഹിൻ നുബാജി റഹ്മത്തുള്ളാഹി അലൈഹി. സുന്ദരിയായ ഒരു പെണ്ണിനെ കാശ് കൊടുത്ത് വാങ്ങുകയാ. അടിമ സ്ത്രീയെ വാങ്ങി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് മഹാനവറുകൾ ആ പെണ്ണിനോട് പറഞ്ഞു, പത്രേ പെണ്ണെ, ഞാൻ നിന്നെ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുകയാ, ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നു പെണ്ണെ. അബൂ അബ്ദുല്ലാഹിൻ നുബാജി തങ്ങൾ വില കൊടുത്ത് വാങ്ങി അടിമ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയതാ. അപ്പൊ അവള് ചിരിച്ചു. മഹാനവറുകൾക്ക് സംശയമായി. മഹാനവറുകൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. വില കൊടുത്ത്, നല്ല വില കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പെണ്ണെ, ഞാൻ നിന്നെ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു പെണ്ണ് കണ്ടുപോയി കല്യാണം കഴിക്കാൻ. അങ്ങനെ കല്യാണം, നല്ല സുന്ദരിയാണ്, അങ്ങനെ കഴിച്ചു. പെണ്ണ് കണ്ടപ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. അവളെ കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന കല്യാണത്തിന്റെ ആദ്യ രാത്രി ഇവള് ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കുകയാണ്. ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മള് പിന്നെ അവളടുത്ത് പോവോ? നമ്മള് പേടിച്ചിട്ട്, ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് നമ്മള് പേടിച്ചു പോകൂലേ? മഹാനായ അബൂ അബ്ദുല്ലാഹിൻ നുബാജി തങ്ങൾ വില കൊടുത്ത് വാങ്ങി അടിമ പെണ്ണ് ചിരിക്കാൻ തുടങ്ങി. ചോദിച്ചു, പെണ്ണ്, നിനക്ക് ഭ്രാന്തുണ്ടോ? ആ സമയത്ത് ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനമൻ യഅലമു ഖഫിയാത്തിൽ ഖുലൂബ്. ഹൃദയത്തിന്റെ രഹസ്യമറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ ചലനമറിയുന്ന അല്ലാഹ്. നീ എത്ര
പടച്ചവനെ അല്ലാഹുവേ എന്റെ ഹൃദയത്തിനെ അറിയുന്ന നീ മാത്രമാണല്ലോ. എന്റെ വില കൊടുത്തു വാങ്ങിയ ഈ യജമാനം പോലും അറിയുന്നില്ല. നീ എന്റെ എല്ലാം അറിയുന്നവനാ. മാനബി മജ്നൂന, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തിയല്ല, എനിക്ക് ഭ്രാന്തില്ല. ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് മഹാനായ അബൂ അബ്ദുല്ലാഹി നുബാജി തങ്ങൾ അവിടെ നിന്ന് കുറെ നേരം ഇടപെട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം പാതിരാത്രി കിടക്കാൻ വേണ്ടിയിട്ട് പായ വിരിച്ചു അത്രേ. അടിമപ്പെണ്ണിന് പായ വിരിച്ചു കൊടുത്തു. എന്നിട്ട് കിടക്കാൻ വേണ്ടി അബൂ അബ്ദുല്ലാഹി നുബാജി തങ്ങൾ പോകുമ്പോ ഈ പെണ്ണ് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഏ സഹോദരാ, ഏ സഹോദരാ, ഏ സഹോദരാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ, നാണമില്ലേ? നിങ്ങളുടെ അല്ലാഹനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ലജ്ജയില്ലേ? അല്ലാഹ് ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങാൻ പോവാണോ? നാണമുണ്ടോ മനുഷ്യ? നിങ്ങളെ യജമാനനായ അല്ലാഹ് ഉറങ്ങുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങാൻ പോകുന്നത്? ഒരു അടിമപ്പെണ്ണിന്റെ ചോദ്യമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി റഹ്മത്ത് മഹാനായ അബൂ അബ്ദുല്ലാഹി നുബാജി റഹ്മത്തുള്ളാഹി അലൈഹി കാര്യം മനസ്സിലായി. താൻ വില കൊടുത്തു വാങ്ങിയ പെണ്ണ് സാധാരണ പെണ്ണല്ല, എന്തോ വലിയ വിലായത്തിന്റെ പദവി കിട്ടിയ പെണ്ണാണ്. അത് ചിന്തിച്ചിട്ട് ചിരിച്ചു പോയതാണ്. ആ പെണ്ണ് ചിരിച്ചത് ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങി എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ചിരിച്ചതിന്റെ രഹസ്യം മനസ്സിലായി. എടോ മനുഷ്യ, എന്നെ വില കൊടുത്തു വാങ്ങി എന്നെ അടിമയാക്കാൻ നിനക്ക് എന്ത് അധികാരമെടാ? എന്റെയും നിന്റെയും യജമാന അല്ലാഹ് അല്ലേടാ എന്ന ചിന്തയിൽ ആ പെണ്ണ് ചിരിച്ചതാണ്. എന്നിട്ട് അവർ ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയോ? ആ സമയത്ത് മഹാനായ അബൂ അബ്ദുല്ലാഹി നുബാജി തങ്ങൾ ഒരു ആയത്തോതി കൊടുത്തു. ഈ ആയത്തോതി കേട്ടപ്പോൾ അപസ്മാരം വന്നതുപോലെ, ജന്നി വന്നതുപോലെ പിടയ്ക്കാൻ തുടങ്ങിയ ആ പെണ്ണ്. എന്നിട്ട് ആ പെണ്ണ് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചിട്ട് പറയുകയാണ്, യാ അല്ലാഹ്, ഹാദിഹി ലദ്ദത്തുൽ ഖബരി ഫകൈഫ ലദ്ദത്തുൻ നദിരി. പടച്ചവരെ, ഖുർആന് നിന്റെ കലാം കേട്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നു. നിന്റെ കലാം കേട്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുമ്പോ എങ്ങനെ ഇരിക്കുമല്ല? ഈ പാവം തളർന്നു പോവൂലേ? നിന്റെ കലാം ഞാനെന്ന് കേട്ടപ്പോൾ, നിന്റെ കലാമിന്റെ ഒരു ആയത്ത് ഞാനെന്ന് കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അല്ലാ. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോ എന്റെ വികാരം എത്ര വലുതാണ് അല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത തസവ്വുഫിന്റെ ഉന്നതമായ മേഖലയിലെത്തിയ ഒരു പെണ്ണാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണേ, എന്തുകൊണ്ടാണ് അവര് രാത്രികളിൽ ഉറങ്ങാറില്ല? അല്ലാഹുവിന് വേണ്ടി കുറച്ച് ഉറങ്ങിയിട്ട് പടച്ചവന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ഉറങ്ങാൻ കഴിയും പരലോകത്തെ ഓർക്കുമ്പോൾ? എങ്ങനെ ഉറങ്ങാൻ കഴിയും പരലോകത്തെ പറ്റി ചിന്തിക്കുമ്പോൾ? വിശുദ്ധമായ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതെന്താണ്? തൊബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൗ യഅലമുൽ മർഉ മാ യതീഹി ബഅദൽ മൗത്ത്, മരണശേഷം ഉണ്ടാകുന്നതിനെ പറ്റി ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി പറയുകയാണ്, മാ അകല അകില വലാ ശരിബ ശർബാ ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സദ്രിഹി. മഹാനായ റസൂലുള്ളാഹി പറയുകയാ, എന്റെ ചെറുപ്പക്കാരാ, ഖബറിന്റെ ഭീകരത അറിഞ്ഞിരുന്നെങ്കിലും മോനെ, ഖബറിന്റെ ഭീകരത അറിഞ്ഞിരുന്നെങ്കിലും മോളെ, ഒരു ഭക്ഷണവും നീ കഴിക്കൂല, ഒരു അല്പം വെള്ളം പോലും നീ കുടിക്കൂല. നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടല്ലാതെ കുടിക്കില്ലെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ.